പിസ്സ കഴിക്കാൻ കൊതി തോന്നുന്ന സമയത്ത് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി പിസ്സയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ്. നമ്മൾ പിസ്സ ഡോ ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പിസ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡാണ് വേണ്ടത്. ഞാൻ ഇവിടെ 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികുവശമൊക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. പാനിലാണല്ലോ ഈ ഒരു പിസ്സ തയ്യാറാക്കിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു പാനിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡാട്ടോ എടുക്കേണ്ടത്. ഞാൻ എടുത്തിട്ടുള്ള പാന് കാണിക്കാം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 3 മുട്ട വേണം. അതിലേക്കൊരു 1/2 കപ്പ് പാലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പ് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ആ ഒരു പിസ്സയുടെ ഒരു ഡോയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഒറിഗാനോ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ വെച്ച് ഈ ഒരു പാനിലാണ് ഞാൻ പിസ്സ റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മുട്ടയുടെ മിക്സിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസസും മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഗ്യാപ്പ് ഇല്ലാണ്ട് റൗണ്ടിൽ വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സൈഡിലൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കുക കേട്ടോ. നമുക്ക് പറ്റുന്ന രീതിയിലൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക ഈ രീതിയിൽ. എന്നിട്ട് അടിഭാഗം ഏകദേശം ഒന്ന് കുക്കായി നമുക്ക് തോന്നിയാൽ ഇങ്ങനെ പാനിൽ നിന്ന് ഇങ്ങനെ ഇളക്കുമ്പോൾ വിട്ടു പോരുന്ന ഒരു പരുവായാൽ ശ്രദ്ധിച്ചിട്ട് അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ശ്രദ്ധിച്ചിട്ട് വേണേൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് ഞാൻ റെഡിമെയ്ഡ് പിസ്സ സോസ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പിസ്സ സോസ് നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് എടുക്കാം. ടൊമാറ്റോ കെച്ചപ്പിൽ കുറച്ച് ചില്ലി ഫ്ലേക്സോ അതേമാതിരി ഒറിഗാനോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ പിസ്സ ചീസ്, മൊസറല്ല ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആദ്യം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ കറിയിലെ ചിക്കനാട്ടോ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ചിക്കനാണ് വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സവാളയുടെ ചെറിയൊരു പീസ്, അതേപോലെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം, തക്കാളിയുടെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ ഇതുപോലെ ചതുരത്തിൽ കട്ട് ചെയ്തതാണ്. അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തോളൂ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടെ ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് എത്രത്തോളം ചീസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിൻ്റെ മുകളിൽ വീണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് ഒറിഗാനോ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ലാസ്റ്റായിട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിങ്ങനെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആവി പോവാത്ത രീതിയിലൊന്ന് അടച്ച് വെച്ചിട്ട് ആ ചീസൊക്കെ ഒന്ന് മെൽട്ടാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ആ ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. പെട്ടെന്ന് റെഡി ആവും കേട്ടോ. കുറേ സമയം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് മതി ഈ ഒരു പിസ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിസ്സക്ക് കരയുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പിസ്സയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്